എന്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി. എന്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി കാണുന്നതിന് നമ്മൾ ആദ്യം യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1നെ പോളാർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യണം. അതായത് 1 is equal to പോളാർ ഫോം എന്ന് പറയുന്നത് cos 0 പ്ലസ് I sin 0. റൂട്ട്സ് ഓഫ് യൂണിറ്റി 1/1/n ആണ്. ഇത് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 1 is written in the form polar form. This 1 is equal to cos 0 plus I sin 0. ഇനി നമ്മൾ സൈനിൻ്റെയും കോസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് അവയുടെ ആംഗിളിനോട് കൂടി 2r π എന്നാടിയാൽ 2k π, അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 2π ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് യാതൊരു കോസിൻ്റെയും സൈനിൻ്റെയും വിലയ്ക്ക് യാതൊരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് അതാണ്. ഇസ് ഈക്വൽ ടു cos 0 പ്ലസ് 2r π പ്ലസ് I sin 0 പ്ലസ് 2r π. That is r is equal to 0, 1, 2, etc. Is equal to cos 2r π plus I sin 2r. Then we find 1/1/n cos 2r π plus I sin 2r π the whole raised to 1/n. എന്ത് റൂട്ട്സ് ഓഫ് കാണുമ്പോൾ അതിന് n വാല്യൂസ് ആണ് വരുന്നത്. ഇപ്പോൾ ക്യൂബ് റൂട്ടാണ് കാണുന്നതെങ്കിൽ അതിന് 3 വാല്യൂസ് ആണ്. ഫോർത്ത് റൂട്ട് ആണെങ്കിൽ അതിന് 4 വാല്യൂസ് ആണ്. അതുകൊണ്ട് ആറിൻ്റെ വാല്യൂ n എണ്ണമായി മാറ്റണം. ദാറ്റ് ഈസ് 0, 1, 2, etc. n-1. അത് 1 മുതൽ n-1 വരെ ആകുമ്പോൾ n-1 വാല്യൂ അതിലൂടെ 0 കൂടെ ചെയ്യുമ്പോൾ n വാല്യൂസ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഇവിടെ ഡി മൂവീസ് ഫോമിൽ അപ്ലൈ ചെയ്യണം. അതായത് cos θ പ്ലസ് I sin θ ദി ഹോൾ റൈസ് ടു n ഇസ് ഈക്വൽ ടു cos n θ പ്ലസ് I sin n θ എന്നാണ്. അതായത് ഈ പവറിൽ വരുന്നത് ഈ ആംഗിളിലേക്ക് ഇങ്ങ് വരും. അപ്പോൾ ഇവിടെ റൈസ് ടു 1/n ആണ്. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു cos 2r π/n പ്ലസ് I sin 2r π/n. ഇനി നമ്മൾ ആറിന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r is equal to 0, 1/1/n is equal to cos 0 എടുക്കുമ്പോൾ cos 0 പ്ലസ് I sin 0. അത് 1 തന്നെയാണ്. അപ്പം എന്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റിക്കകത്ത് എപ്പോഴും ഒരു വാല്യൂ 1 ആയിരിക്കും. Then r is equal to 1. 1/1/n is equal to cos r 1 കൊടുക്കുമ്പോൾ cos 2π/n plus I sin 2π/n. r ന് 2 കൊടുക്കുമ്പോൾ cos 4π/n plus I sin 4π/n. cos 4π/n plus I sin 4π/n and etc. Last value ആണ് n-1 കൊടുക്കുമ്പോൾ 1/1/n is equal to cos 2 into n-1 into π/n plus I sin 2 into n-1 into π/n. ഇവയാണ് എന്ത് റൂട്ട്സ് ഓഫ്
യൂണിറ്റ്. 1/1/n വാല്യൂസ് ആണ് 1. അപ്പോൾ സൗകര്യപ്രദമായിട്ട് നമ്മൾ cos തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ e i തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ cos 2π/n പ്ലസ് ഐ സൈൻ 2π/n ന് e i 2π/n എന്ന് എഴുതാം. അടുത്ത വാല്യൂ e i 4π/n എന്ന് എഴുതാം. ലാസ്റ്റ് വാല്യൂ e i 2 into n minus 1 into pi എന്ന് എഴുതാം. അതായത് in the roots of unities are 1/1/n is equal to 1 e i 2π/n e i 4π/n etc. e i 2 into n minus 1 into pi. ഇവയാണ് nth roots of unity. ഇനി ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. cos 0 ഇതെല്ലാം സെയിം സ്റ്റെപ്പുകൾ തന്നെ. cos 2r/π പ്ലസ് ഐ സൈൻ 2r/π ഇവിടെ 1/1/3 കാണണം. അപ്പോൾ റേസ് ടു 1/3 എന്ന് വരും. cos 2r/π/3 പ്ലസ് ഐ സൈൻ 2r/π/3 എന്ന് വരും. r s ആകുമ്പോൾ 1/1/3 ഈ വാല്യൂ തന്നെ വരും, 1 തന്നെ വരും. ഇനി r1 ആകുമ്പോൾ cos 2π/3 പ്ലസ് ഐ സൈൻ 2π/3 എന്ന് വരും. അത് നമ്മൾ കാണുമ്പോൾ -1/2 പ്ലസ് i√3/2 എന്ന് കിട്ടും. പിന്നെ r2 കൊടുക്കുമ്പോൾ cos 4π/3 പ്ലസ് ഐ സൈൻ 4π/3 എന്ന് കിട്ടും. അത് -1/2 മൈനസ് i√3/2. അങ്ങനെ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയും ഇതേ മെത്തേഡിൽ ചെയ്യാം.